എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് എന്ന നിലയിൽ എന്റെ സുചിന്തിതമായ അഭിപ്രായം ഞാൻ പറയാം. നമ്മുടെ ബാസ്കറ്റ്ബോൾ ടീമിലെ കുട്ടികൾ വാസനയുള്ളവരാണ്. ദൈവാനുഗ്രഹം കൊണ്ട് അസലായിട്ട് കളിക്കുകയും ചെയ്യും. എല്ലാ കളിയിലും തോക്കുകയും ചെയ്യും. അത് കളിയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല, അല്ലല്ല, ഈ കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടാ. ഒന്നും മിണ്ടാതിരിയല്ലേ ഈനാജ് മാഷേ. എന്റെ ബലമായിട്ടുള്ള സംശയം ദൃഷ്ടിദോഷാണ് കാരണം. ദൃഷ്ടിദോഷോ? ആ, ഈ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. നോൺസെൻസ്. സ്പോർട്സ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങളുടെ പാരമ്പര്യം ഈ കോളേജിനുണ്ടായിരുന്നു, എക്സ്പെഷ്യലി ഇൻ ബാസ്കറ്റ്ബോൾ. പക്ഷേ നമ്മള് ഇന്ന് വളരെ പുറകിലാണ്. എന്റെ ജോൺ സാബ്, നമുക്കിതെല്ലാം ഒന്ന് ഉടച്ചു വാർത്ത് മിന്നിപ്പിച്ചെടുക്കണമല്ലോ. ആദ്യം നമുക്ക് അവരുടെ കളിയൊന്ന് കാണാം, എന്നാലല്ലേ എന്ത് ജഡ്ജ്മെന്റും പറ്റൂ. അതിനിപ്പോ എന്താ പ്രയാസം? സെന്റ് സേവിയേഴ്സ് ആയിട്ടുള്ള മാച്ച് ഉണ്ടല്ലോ ഇന്ന്, അവിടെ കാണാലോ കളി. കണ്ടിടത്തോളം എനിക്ക് തോന്നിയത് പറയാം, ആരും ഒഫൻഡഡ് ആവരുത്. ബേസിക്സ് പോലും അറിഞ്ഞുകൂടാന്നേ കളി കണ്ടാ തോന്നുന്നു. സ്റ്റാമിന ഇല്ല. അവരവർക്ക് പോയിന്റ് നേടി ഷൈൻ ചെയ്യണമെന്നല്ലാതെ ടീമിന്റെ മൊത്തത്തിലുള്ള നേട്ടത്തിൽ ആരും കൺസേൺഡ് അല്ല. കോഓർഡിനേഷൻ, ടീം സ്പിരിറ്റ് തൊട്ട് തെറിച്ചിട്ടില്ല ഒന്നും. നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, കളി പഠിക്കണം, കളിച്ച് ജയിക്കണം എന്നൊരു സ്പിരിറ്റോട് കൂടി ഇവര് സഹകരിക്കാൻ തയ്യാറാവുന്നെങ്കിൽ എന്നാലാവുന്ന ഞാൻ ചെയ്യാം. യെസ്. നമുക്ക് കളി അറിഞ്ഞൂടാ, ടീം സ്പിരിറ്റ് ഇല്ല, പുതിയ കോച്ചിന്റെ കണ്ടുപിടുത്തം. നാളെ മുതൽ നമ്മളെ കളി പഠിപ്പിക്കാമെന്ന്. എന്താ പഠിച്ചു കളയാ? See you. വെള്ളമുണ്ട്. പിന്നെ മുറിയിൽ സൗകര്യം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിലെങ്ങാനും വേറൊരു മുറി ഏർപ്പെടാക്കാം. വേണ്ടച്ചോ, എനിക്കങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ശീലമില്ല. ഓർഫണേജിലെ ഡോർമിറ്ററി, പിന്നെ കോളേജിലെയും കോച്ചിങ് ക്യാമ്പിലെയും ഹോസ്റ്റൽ റൂംസ്, അത്ര തന്നെ. അതുകൊണ്ട് ഒരിക്കലും പോരാ എന്നുള്ള പരാതി ഉണ്ടാവില്ല, ധാരാളം. ഒരുപാട് കാര്യങ്ങൾ താനിപ്പോ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ഈ ഒരു ഷാർപ്പ്നെസ് കളിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ ജയിച്ചു. Come on, give me a big clap. പരിശീലിച്ചു കഴിഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടി തേച്ചു മിനിക്ക് ഉറപ്പിക്കാനാണ് പ്രാക്ടീസിങ്. അടിസ്ഥാനം പോലും ശരിയല്ലാത്ത നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല.
ഏതായാലും നമുക്ക് ഹരിശ്രീ മുതൽ തന്നെ തുടങ്ങാം. എന്താ ഫാദർ? യെസ്. ആദ്യം തടിയുടെ പിത്തകോന്ന് ഇളകി ശരിയാവട്ടെ. കമാൺ ലൈൻ അപ്പ്. ഫോളോ മീ. You. Hey, make it better. Go. You. Speed up, speed up. Try. Hey, can I help you? Like this. What? Yeah, do it better. Hey. ഇത് കൂടെ ചെയ്യാൻ വേണ്ടി താനൊക്കെ എന്തിനാണ് പണിക്കിറങ്ങിയത്? ഓ. You. Come on, fast. Once more. Go. Make it in one line. Again, climb. Do it. Again. Come on. Speed up. Speed up. Hey. Stop it. Elsama. Come on. ഇയാളെ ആരുടെ പിടിച്ച് നിങ്ങളുടെ ക്യാപ്റ്റൻ ആക്കിയത്? അല്ല അനുകുട്ടി, ഇവിടെ കോളേജിൽ അയക്കുന്നതേ പഠിച്ച് ഡിഗ്രി എടുക്കാനാണോ? പഠിത്തത്തിൽ മാത്രമല്ല കളിയിലും അപ്പച്ചന്റെ മോൾ ഒന്നാമതാവണം. ഒന്നാമതായത് തന്നെ ദേ കിടക്കണു. എന്ത്? കയ്യില് വേദന, കാലില് വേദന, മേലാ സകലം നൊമ്പരും. എന്ത് പറ്റി മോളെ? കോച്ചിങ്ങിനെന്നും പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ട്. ആര്? എങ്ങാണ്ടൂന്നൊരു പരമദുഷ്ടനാണ് പോലും. വാമിംഗ് അപ്പ് എന്നും പറഞ്ഞ് അയാൾ ഞങ്ങളെ ഓടിച്ച് പദം വരുത്തി. അതൊക്കെ പോട്ടെന്ന് വെക്കാം, അയാളുടെ വായിന്ന് വരുന്ന കേൾക്കുമ്പോഴാ ഭയങ്കര ഇൻസൾട്ടിങ്ങാ. നോക്കമ്മച്ചി, അപ്പച്ചൻ ചിരിക്കുന്നു. ശരീരം ഒന്ന് പദം വരട്ടെ മോളെ, നല്ല ഉറപ്പ് വേണ്ടേ? അയ്യോ, എന്താണ് എൽസമ്മ അത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗ്രേസ് ആയിട്ട് ചെയ്തൂടെ? അല്ലാണ്ട് ബോർഡിനോടും ബോളിനോടും അല്ല ദേഷ്യം കാണിക്കേണ്ടത്. Come on, once more. ഇവിടെ വാടോ, എല്ലാം കണക്ക് തന്നെ. ഒന്ന് ട്രൈ ചെയ്യേ. പൊസിഷനിൽ വാടോ. Once more. Hey, stop it. കൊണ്ടുവാ. മരത്തവള ചാടുന്ന പോലെയാണോ ചാടുന്നത്? Come on, try again. എടോ ചാടോ. Just stop it. കോച്ചിങ്ങിന് വന്ന അന്ന് മുതൽ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഇൻസൾട്ട് ചെയ്യാണ്. അങ്ങനെ എന്ത് അപമാനം സഹിച്ച് ഞങ്ങൾക്ക് കളി പഠിക്കണ്ട, ജയിക്കണ്ട. എൽസമ്മ, come on. ഞാൻ കോളേജ് ചേർന്നത് BA ലിറ്ററേച്ചറിനാ, ബാസ്കറ്റ്ബോൾ ഡിഗ്രിക്കല്ല. എന്റെ ജോൺസാ, ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ശോഭിച്ചാലോ? അവര് കുട്ടികളല്ലേ, കുറച്ചൊരു നയമൊക്കെ വേണ്ടേ? ഈ നെകളിപ്പും അഹങ്കാരവും മാത്രം മനസ്സിലുള്ളവരെ എത്ര ശ്രമിച്ചാലും നേരെയാകില്ല ഫാദർ. അവർക്ക് വേണ്ടി ആയുസ് പഴാക്കാൻ എന്നെ കൊണ്ട് വയ്യ. തിരിച്ചു ചെന്നാൽ എനിക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട്. തന്റെ മുമ്പിൽ വെച്ച് ബോളും വലിച്ചെറിഞ്ഞ് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവര് അതേ ബോളുമായി തന്റെ അടുത്ത് തിരിച്ചു വന്ന് സോറി പറഞ്ഞാൽ തീരൂല കേസ്. ആര് സോറി പറയുന്നു എന്നുള്ളത് അല്ല അച്ചോ കാര്യം. കളിക്കാനുള്ള മനസ്സുമായിട്ട് കളി പഠിക്കാൻ വരുന്നു എന്നുള്ളതാ. അതില്ലാത്തടത്ത് ഇല്ലെന്നാര് പറഞ്ഞു? ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെ, എനിക്ക് വിട്ടതാ. നോക്കി പഠിപ്പിക്കില്ലേ? അതങ്ങോട്ട് വിട്ടുകൊടുത്തേക്കന്നെ ജോൺസ. പുള്ളിക്കാരന് ഇവ കാര്യങ്ങളൊക്കെ നല്ല ശീല. ജോൺസണെ എനിക്ക് നന്നായിട്ട് അറിയാം. ഹീസ് എ ബ്രില്യൻ പ്ലെയർ ആൻഡ് എ മാസ്റ്റർ കോച്ച്.
ഈ കോളേജിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കരുതി പ്രത്യേക റിക്വസ്റ്റിന്റെ പുറത്ത് വരുന്നത് അയാളെ. ഫാദറിന് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങൾ നല്ല കുട്ടികളാണെന്നും പെട്ടെന്നുള്ള ശുണ്ഠിയുടെ പുറത്തുണ്ടായ തെറ്റുതിരുത്തി സോറി പറഞ്ഞ് നിങ്ങൾ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തു പോയി. ഏറ്റു ഏ സമ്മതിച്ചൂന്ന്. താങ്ക് യു മൈ ചിൽഡ്രൻ, താങ്ക് യു. അയാള് നല്ല കോച്ചാണ്. ട്രെയിനിങ് കൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് നന്നായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ ബാബു. എന്താ? പ്രിൻസിപ്പളിനോട് അല്ലെങ്കിൽ ഫാദറിനോട് കംപ്ലൈന്റ് ചെയ്യാം, അതല്ലെങ്കിൽ വീട്ടില്. പക്ഷേ പുറത്തറിയുമ്പോ നാണക്കേടാർക്കാ? എന്താ കാര്യം പറ. അയാളുടെ മനസ്സ് നല്ലതല്ല, ചീത്തയാ. യൂണിഫോം മാറുന്നിടത്തും പ്രാക്ടീസിനിടയിലും അയാളുടെ മൂവ്മെന്റ്സും നോട്ടവും ഒക്കെ. കർത്താവെ, എങ്ങനെയാ ഞങ്ങളത് പറയാ? വഷളൻ, ആ തെണ്ടി എന്താ കരുതിയത്? ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്നോ? അതിനെ ഞങ്ങൾ ആൺകുട്ടികളല്ലാണ്ടായിരിക്കണം. ഷോ, നിങ്ങൾ വഴക്കിനൊന്നും പോണ്ടാട്ടോ. എൽസമ്മ ധൈര്യമായിട്ട് പോ. അയാളെ കൊണ്ട് ഇനി ഒരു ശല്യവും നിങ്ങൾക്കുണ്ടാവില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റു. വാടാ. പണിയേറ്റു.